വെൽക്കം റിയാൻ കുട്ടൻ. പുതിയ സ്റ്റൈലിലാണല്ലോ യോയോ ഇന്ന് കുറച്ച് യോയോ റിയാൻകുട്ടനാണ്. അത് ഡ്രസ് അങ്ങനെ ഇട്ടാ. ആ എത്ര ആൾക്കാരെ എന്നെ വിളിച്ചത്, എന്നോട് പറഞ്ഞത് ഒരു രക്ഷയില്ല. ഇങ്ങനെ റിയാൻകുട്ടൻ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കും. ഫാൻസ് അല്ലേ? ഒരു രക്ഷയില്ല. മെസ്സേജസ് എത്ര മെസ്സേജസ് എല്ലാരും പറയാ, നീ ഒരു കാവ്യ ദേവത. അത് ഉഗ്രനായിരുന്നല്ലേ എല്ലാവരുടെ അഭിപ്രായം. ചില ആൾക്കാരൊക്കെ ഞാൻ ഈ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോഴത്തേ എന്റെ അടുത്ത് പറയാം, വന്ദേ ഭാരതിലൊക്കെ ഒന്ന് രണ്ട് ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞു, റിയാൻകുട്ടനോട് അന്വേഷിച്ചിട്ട് പറയണേ. പിന്നെ പാടി ഒത്തിരി ഫാൻസിനെ ഉണ്ടാക്കാൻ പോവാ. മാത്രല്ല ഒരുപാട് മ്യൂസിഷ്യൻസ് റിയാൻകുട്ടന്റെ ഫാൻസ് ആവുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് മ്യൂസിഷ്യൻസ് റിയാൻകുട്ടന്റെ വൻ ഫാൻസ് ആണ്. റിയാൻകുട്ടന്റെ ആ ഒരു ടാലന്റ് ഉണ്ടല്ലോ, ആ ഒരു മ്യൂസിക്കാലിറ്റിയുടെയും ആ നോട്ട്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യണതൊക്കെ ഭയങ്കര അടിപൊളിയാ. ഒരുപാട് പേര് അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ റിയാൻകുട്ടാ. ഇപ്പൊ നമ്മുടെ റിയാൻകുട്ടന് കേരളത്തിലല്ലേ ഫാൻസ്, നമ്മള് റേഞ്ച് മാറ്റി പിടിക്കാൻ പോവാ തമിഴ്നാട്ടിൽ. അല്ലെങ്കിൽ ഞാൻ ചെന്നൈയിൽ ഒരു കൊല്ലം പഠിച്ചിട്ടുണ്ട്. അതെവിടെയായിരുന്നു? അത് നമ്മുടെ ടി നഗർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാൻ ടി നഗറിലാണ് താമസിക്കുന്നത്. ചേട്ടൻ ഹബീബുള്ള റോഡിലാണ്. ബസുള്ള റോഡ്. ബസുള്ള റോഡ്. ഞാൻ ഹബീബുള്ള റോഡാണ്. അതെ, എന്റെ പാരലൽ റോഡാണത്. ഓ, നിങ്ങൾ നെയ്ബേഴ്സ് ആണല്ലേ? അപ്പൊ സാറിന്റെ അതേ തോന്നുന്നു. കാരണം ഏത് സ്കൂളിലായിരുന്നു മോനെ? ലിറ്റിൽ ഫ്ലവർ. ലിറ്റിൽ ഫ്ലവർ. ഓക്കെ, അറിയോ? അറിയാലോ. തമിഴ് അറിയോ റിയാൻകുട്ടന് സംസാരിക്കാൻ? അന്നൊക്കെ അറിയായിരുന്നു. ഇപ്പൊ കുറച്ച് ടച്ചൊക്കെ വിട്ടുപോയി, എന്നാലും ചിലതൊക്കെ ഫ്ലോയിൽ കിട്ടും. നല്ല തെറിയും. ഏത് സോങ്? നിർപ്പതുവേ നടപ്പതുവേ. பாரதியார் சாங் இல்லையா? ஆமா ஆமா, இளையராஜா சார் சாங். ராஜா சார் ரொம்ப பிடிக்குமா? பிடிக்கும். ഇഷ്ടമായി അവന്. തമിഴ് ഫുഡ് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട തമിഴ് ഭക്ഷണം? തമിഴ് ഭക്ഷണം ഒന്നും ഞാൻ കഴിക്കാറില്ലേ. ദോശ ഇഡലിയൊക്കെ ഇങ്ങനെ കേരള, അത് സ്കൂളിൽ തന്നെ ഭക്ഷണം ഉണ്ടാവില്ല. നമ്മുടെ എന്റെ അമ്മ കൊണ്ടുപോയി. അതും അതിനു മുമ്പേ ആര്യ ചേച്ചി, ഞാനൊരു കുട്ടിയുടെ കഥ പറയാം. അതാരാന്ന് പറയണം എല്ലാവരും. വലിയൊരു ഗ്രൗണ്ടില് ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ തെന്നി വീണു ഒരു മുള്ളില്. എന്നിട്ട് കമ്പി കൃത്യം കഴുത്തിൽ തെറിച്ചു. പിന്നെ അത് വലിച്ചുരിയപ്പോ കുറെ ചോര പോയി. പിന്നെ എനിക്ക് പാട്ട് പാടാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. പിന്നെ കഴുത്തിന്റെ ഒത്ത നടുക്ക് 22 തുന്നിക്കെട്ടുകളൊക്കെ ഇട്ട് പിന്നെയും പാടാൻ ഇറങ്ങി. അപ്പോ ജോൺസൺ മാഷ് ദേവാങ്കണങ്ങൾ എന്ന് പറയുന്ന പാട്ടില്ലേ, അത് യേശുദാസ് സാർ പാടിയേ, അത് പാടാൻ വിളിച്ചു. അപ്പൊ മദ്രാസിൽ പോയി പഠിച്ച് സെറ്റായി. പക്ഷെ ജോൺസൺ മാഷിന്റെ അമ്മയുടെ അച്ഛനെ കണ്ട് മരിച്ചിട്ട് ആ റെക്കോർഡ് മുടങ്ങിപ്പോയി. എന്നിട്ട് ആ കുട്ടിയുടെ പരീക്ഷ ഉണ്ടായപ്പോഴാണ് പിന്നെയും വിളിച്ചത്. അതുകൊണ്ടാ ആ കുട്ടിക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ യേശുദാസ് സാറിനെ കൊണ്ട് പാടിച്ചത്. എന്നിട്ട് ആ കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ പിന്നെ 91-ലും 92-ലൊക്കെ ദേവരാജ മാസ്റ്റർക്ക് സിനിമ പാടിച്ചു. പക്ഷെ പെട്ടെന്നൊരു സിനിമ ഡയറക്ടർക്ക് ഒരു സ്പാർക്ക് വന്നിട്ട് ചന്ത എന്ന് പറയുന്ന സിനിമയിൽ ആദ്യമായിട്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ വിളിച്ചു. അപ്പൊ ആരൊന്നും മനസ്സിലായോ? ചന്ദ്രൻ സാർ. എന്റെ റിയാൻകുട്ടാ, റിയാൻകുട്ടൻ എന്നെ ഇങ്ങനെ ഓർക്കുന്നുണ്ടല്ലോ. എന്റെ കുഞ്ഞല്ലേ, ചക്കരക്കുട്ടനല്ലേ, പത്തുമണിയല്ലേ, പൊന്നല്ലേ. അയ്യോ എന്റെ മകനെ, ലവ് യു ടു. MJ ഫുട്ബോൾ കളിക്കുന്ന എനിക്ക് ഇപ്പഴാ അറിയണം. 4ാം ക്ലാസ്സിലെ കാര്യ. സീരിയസ് ഫുട്ബോൾ ആയിരുന്നോ? അതോ? അല്ലല്ല, എനിക്ക് ഐ വാണ്ടഡ് ടു ബി എ ക്രിക്കറ്റർ. അതിനു വേണ്ടിട്ടായിരുന്നു ഒരുപാട് ശ്രമമുള്ളത്. ശരി. അപ്പൊ ഞാനിങ്ങനെ അച്ഛൻ പറയും കളിക്കരുതെന്ന് പറയും. അപ്പോ എനിക്ക് തോന്നാറുണ്ട്, അച്ഛൻ ഇങ്ങനെ രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആ റൂമില് മേളിലൊരു ഷെൽഫുണ്ട്. ആ ഷെൽഫ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും എത്ര മാൻ ഓഫ് ദി മാച്ച് അവാർഡ് ഇരിക്കേണ്ടത് ഒരു സ്ഥലമാണ് അച്ഛൻ എന്ന് തോന്നുമായിരുന്നു. അപ്പൊ അതൊക്കെയാണ് പഴയ കഥ. അപ്പൊ അങ്ങനെ മുള്ളുകമ്പിയില് വീണതിന്റെ
ഒരു പാട് അത് ശരിക്കും ഉണ്ടായതാ അല്ലേ? അങ്ങനെയാണ്. ആഹാ. അത് ജസ്റ്റ് രക്ഷപ്പെട്ടാണ്. ആ ശരി. 1 മില്ലിമീറ്ററിനാണ് വോക്കൽ കോഡിന്റെ ഇപ്പുറത്ത് വന്ന് നിന്നത് ഇങ്ങനെ വലിച്ചെടുത്തു. ഓ, അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് എവിടുന്നാ സംഭവിച്ചത്? ട്രിവാൻഡ്രം? ട്രിവാൻഡ്രത്ത് മദർ മെമ്മോറിയൽ റെസിഡൻഷ്യൽ ഹൈസ്കൂൾ, അവിടെയാണ് ഞാൻ പഠിച്ചത്. ഓക്കെ. അത് അവിടെ ആ ഗ്രൗണ്ടിന്റെ ചുറ്റും മുള്ളുകമ്പി ഉണ്ടായിരുന്നു. ഓ, അപ്പൊ അങ്ങനെ ആണ് അതിൽ വീണത്. ഇവിടെ ശരിക്ക് ആ സമയത്ത് ഒരു വലിയൊരു ഓട്ടയായിരുന്നു. അപ്പൊ അവിടെ സർജറി ചെയ്തു? അല്ല അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ കുറെ ദിവസം എടുത്തു അത് ഒന്ന് ശരിയാവാനായിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 40-45 ദിവസം ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. ഓ, അതെ. അങ്ങനെ രക്ഷപ്പെട്ടതാണ് അതിൽ. ശരി. അപ്പൊ നമ്മുടെ കുഞ്ഞ് ശോ. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആ, ഇതാണല്ലോ യഥാർത്ഥത്തിൽ സ്നേഹം. എവിടുന്നാ ഇതൊക്കെ ഈ കഥയൊക്കെ കിട്ടി? യൂട്യൂബിലുണ്ട്. ഒരു പ്രാവശ്യം ഇവിടെ അയ്യോടാ. പറഞ്ഞിട്ടുണ്ട് MJ ഞങ്ങളത്, ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനേ ഒരു പാട്ട് വർത്തമാനം എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടല്ലോ, അതിൽ ഇങ്ങനെ എനിക്കിങ്ങനെ ഓരോരോ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാരുടെ ജീവചരിത്രവും പിന്നെ അതൊക്കെ. അത് ദിവാകൃഷ്ണ അല്ലേ? അല്ലേ? ആ. ദിവാകൃഷ്ണനാണ് ദിവാകൃഷ്ണ. പാട്ട് വർത്തമാനം Yes. അല്ലേ? അങ്ങനെ ഒരുപാട് പേരുടെ ഒരു ഇത് ചെയ്യുന്നുണ്ട് ദിവാകൃഷ്ണ. മിടുക്കനാണ്. അപ്പോ റിയാൻകുട്ടാ, എന്തോ ഒത്തിരി സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ഞാനിങ്ങനെ ഈ വേദിയിലേക്ക് പക്ഷെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. കാരണം റിയാൻകുട്ടന് ഇത്രയും സ്നേഹം, ഇതല്ലേ സ്നേഹം അതെ, ശരിക്കും. ശരിക്കും കേട്ടപ്പോ എനിക്ക് എന്തോ ആയിട്ട് വല്ലാത്തൊരു വല്ലാത്തൊരു ഫീലിംഗ്. ഫീലാണത്. അതെ അതെ. അത് ഞാൻ ആദ്യം വിചാരിച്ചു വേറെ ആര് എന്തിനെ കുറിച്ച് അത് ആരായിരിക്കും കണ്ടുപിടിക്കാനായിട്ട് ഞാൻ അവിടെ ഇരിക്കും. ഞാനും റെഡിയായിരിക്കും ആരാന്ന് കണ്ടുപിടിക്കാൻ. അപ്പോഴാണ് അത് ഞാൻ തന്നെയല്ലേ എനിക്ക് തോന്നിയത്. അതാണ്. പക്ഷെ എനിക്ക് സങ്കടം എന്താ അറിയോ? ദേവാങ്കണങ്ങൾ എന്നുള്ള പാട്ട് മിസ്സായല്ലോ. മിസ് ചെയ്തത്. അല്ല അത് നന്നായി. കാരണം ഞാൻ പാടിയിരുന്നെങ്കിൽ ഭയങ്കര മോശമായിരുന്നു തന്നെ. എന്തോ അങ്ങനെ. അതങ്ങനെയാണ്. അത്രയല്ലേ ഉള്ളൂ, ഞാൻ അത്രേ ഉള്ളൂ. പക്ഷെ ദാസാറ് പാടിയപ്പോഴാണ് ആ പാട്ട് അങ്ങനെ ആയത്. അതെ, പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നു മുമ്പേ? ആ പാട്ട് പഠിപ്പിച്ചത് അവിടെ വെച്ചാണ് പഠിപ്പിച്ചത്. ശരി. അപ്പൊ അവിടെ പാട്ട് പഠിക്കുമ്പോഴത്തേക്കും 4 പേരുണ്ടായിരുന്നു ആ റൂമില്. അത് ഭരതൻ സാറ്, പത്മരാജൻ സാറ്, കൈതപ്രം സാറ്, ജോൺ സേട്ടൻ, പിന്നെ ഈ ഞാനും. ഭരതൻ സാറിന് ഈ പാട്ട് ഇങ്ങനെ കേൾപ്പിക്കുകയാണ് ജോൺ സേട്ടൻ. അപ്പൊ ആ ഹമ്മിങ് ഒക്കെ, ആദ്യത്തെ ഹമ്മിങ് ഒക്കെ ജോൺ സേട്ടൻ പാടി കേൾക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ഈ പാട്ട്. എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, എന്താ മോനെ റെഡിയാണോ, പാടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ റെക്കോർഡിംഗ് വരെ എത്തി. പക്ഷെ അത് സംഭവിച്ചില്ല. ഓക്കെ. അപ്പൊ പത്മനാഭൻ അങ്കിൾ എന്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഈ ദേവി എന്നുള്ള പാട്ടുണ്ട്, അത് നീ നന്നായിട്ട് പാടുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്നൊക്കെ ഉള്ള രീതിയിലാണ് അന്ന് പറഞ്ഞത്. പക്ഷെ ഇത് രണ്ടും ഞാൻ പാടാത്തത് ഏറ്റവും നന്നായി. കാരണം കാലാതിവർത്തിയായിട്ടുള്ള എന്തൊക്കെ സാഹചര്യങ്ങളിലെ കൂടെ അല്ലേ, എങ്ങനെയാണ് ഒരു പാട്ട് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് അല്ലേ? ഒരുപാട് പേര്. അല്ല, ചിലത് എത്താൻ പാടില്ലായിരുന്നു. അങ്ങനെ എത്താത്തതുകൊണ്ട് ആ 2 പാട്ടുകളും ഗ്രേറ്റ് സോങ്സ് ആയിട്ട് മാറി. ഇപ്പൊ എല്ലാ റിയാലിറ്റി ഷോയിലും ഇത്രയും വർഷങ്ങളായിട്ട് അപ്പൊ നിർപ്പതുവേ നടപ്പതുവേ ഭാരതിയാർ അല്ലെ? കലക്കണം കേട്ടോ. കലക്കാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. തോற்றമയക്കങ്ങളോ സ്വപ്നം താനോ പല തോற்றമയക്കങ്ങളോ കற்பതുവേ കേட்பதுவே கருதுவதே நீங்களெல்லாம் அற்பமாயிகளோ உம்முள் ஆழ்ந்த பொருள் இல்லையோ அற்பமாயிகளோ உம்முள் ஆழ்ந்த பொருள் இல்லையோ மறக்க
பிழைதானோ வானகமே இளவையிலே மரச்சரிவே நீங்களெல்லாம் காணலி நீரோ வெறும் காட்சி பிழைதானோ போனதெல்லாம் கனவினை போல் புதைந்தழிந்தே போனதனால் நானும் கனவோ இந்த ஞாலமும் போய்தானோ நிற்பதுவே நடப்பதுவே பறப்பதுவே நிற்பதுவே நடப்பதுவே பறப்பதுவே நீங்களெல்லாம் சொப்பனம்தானோ பல தோற்ற மயக்கங்களோ சொப்பனம்தானோ பல தோற்ற மயக்கங்களோ காலமென்றே ஒரு நினைவும் காட்சி என்றே பல நினைவும் கோலமும் பொய்களோ அங்க குணங்களும் பொய்களோ காலமென்றே ஒரு நினைவும் காட்சி என்றே பல நினைவும் கோலமும் பொய்களோ அங்க குணங்களும் பொய்களோ காண்பதெல்லாம் மறையும் என்றால் மறைந்ததெல்லாம் காண்பமன்றும் நானும் கனவோ இந்த ஞாலமும் போய்தானோ நிற்பதுவே நடப்பதுவே பறப்பதுவே நிற்பதுவே நடப்பதுவே பறப்பதுவே நீங்களெல்லாம் சொப்பனம்தானோ பல தோற்ற மயக்கங்களோ சொப்பனம்தானோ பல தோற்ற மயக்கங்களோ கற்பதுவே கேட்பதுவே கருதுவதே நீங்களெல்லாம் அற்பமாயிகளோ உம்முள் ஆழ்ந்த பொருள் இல்லையோ அற்பமாயிகளோ உம்முள் ஆழ்ந்த பொருள் இல்லையோ അതെ അതെ യെസ് റിയാൻകുട്ടൻ, എന്തോ സാർ മോന്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ റെൻഡിഷന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള മാർക്സ് എത്ര അറിയാം? 98 ഔട്ട് ഓഫ് 100. നടപ്പതുവേ പറപ്പതുവേ മിടുക്കൻ കുട്ടിയാണ് കേട്ടോ. നമുക്ക് ചാച്ച വരാം, ചാച്ച പറഞ്ഞേക്ക്. ബൈ ബൈ. ബൈ Good night.